നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രക്തസാക്ഷി സ്മാരകം അനാവശ്യ വിവാദത്തിന്റെ കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മറ്റു കാര്യങ്ങളിൽ ജില്ലാ കമ്മിറ്റിയോട് തന്നെ ചോദിക്കണം, കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും MV ഗോവിന്ദൻ. ഉത്തരം പറയുന്ന കുട്ടികളാകാതെ ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളാവണം ഓരോരുത്തരുമെന്ന് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു. പരാമർശം ചെമ്പിലോട് സ്കൂളിലെ അനുമോദനവും ആദരവും പരിപാടിക്കിടെ. വേദിയിൽ SSLC +2 വിജയികൾക്ക് തികഞ്ഞ ഹർഷാരവത്തിൽ അനുമോദനം. പാർലമെന്ററി ഇലക്ഷൻ മാതൃകയിൽ ഒരു ലീഡർ തെരഞ്ഞെടുപ്പ്. ഇത് മുഴപ്പിലങ്ങാട് കെട്ടിനകം ബുസ്താനുൽ ഉലൂം മദ്രസയിലെ ലീഡർ തെരഞ്ഞെടുപ്പ്. ലക്ഷ്യം കുട്ടികളിൽ പൊതുതെരഞ്ഞെടുപ്പിനെ പരിചയപ്പെടുത്തുക. വാർത്തകൾ വിശദമായി. പാനൂരിലെ രക്തസാക്ഷി സ്മാരക നിർമ്മാണം അനാവശ്യ വിവാദത്തിന്റെ കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബാക്കിയെല്ലാം ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണം, കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും വളരെ പ്രാദേശികമായ കാര്യങ്ങളിൽ പ്രാദേശിക നേതൃത്വം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സോളാർ വിഷയത്തിൽ സമരക്കാരുടെ ആവശ്യം അന്വേഷണമായിരുന്നു. അത് അന്നത്തെ മുഖ്യമന്ത്രി അംഗീകരിച്ചു. ഇതിൽ കൂടുതൽ എന്തുവേണം സമരം ജയിക്കാൻ? മറ്റ് അനാവശ്യ വിവാദങ്ങൾക്ക് മറുപടിയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി കണ്ണൂരിൽ വ്യക്തമാക്കി. ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ്. അതിനെ പർവ്വതീകരിച്ച് വാർത്തയാക്കി നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവില്ല. യഥാർത്ഥത്തിൽ അത് പാർട്ടി DC ആണ്. അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് അവരോട് ചോദിച്ചാണ്. ഞാൻ പങ്കെടുക്കുന്നുണ്ടോ? ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ. പാർട്ടി തീരുമാനിക്കും. അതിന്റെ മേലെ ചർച്ചയില്ല. അത് DC ചോദിച്ച് വ്യക്തമായിരിക്കണം. സോളാറുമായി ബന്ധപ്പെട്ട അത് ഒരു വിവാദവും ഇല്ലല്ലോ, ഇപ്പം അവസാനിച്ചില്ലേ. ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാം, മാധ്യമങ്ങളോട് ഞാൻ കുറേയായി പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക, ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചോദിച്ച് ചർച്ചയാക്കുക. അതിന് ഞങ്ങളില്ല. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തോ നടത്തിക്കോ, നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക, നിങ്ങൾ തന്നെ അവസാനിപ്പിക്കുക. ആ സോളാറിൻ്റെ കാര്യത്തിലും അതില്ല, കൃത്യമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. ഇനി അതിന് മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. എടക്കാട് ബ്ലോക്ക് പരിധിയിലുള്ള ഇൻഡസ്ട്രിയൽ ഉടമകളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട കിഴുത്തള്ളി ട്രേഡേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എടക്കാട് ബ്ലോക്ക് പരിധിയിലുള്ള വെൽഡിംഗ് ഓണേഴ്സിന്റെ കൂട്ടായ്മയിൽ രൂപം കൊണ്ടതാണ് കിഴുത്തള്ളി ട്രേഡേഴ്സ്. KIFEUA ജില്ലാ പ്രസിഡന്റ് K മനോഹരൻ അധ്യക്ഷത വഹിച്ചു. 29ാം വാർഡ് കൌൺസിലർ സജേഷ് കുമാർ ദീപം തെളിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർമാരായ AC മനീഷ്, ബാബു ജയേഷ്, രജീഷ് CK തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ വിൽപ്പന AC മനീഷിന് നൽകിക്കൊണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ഫോട്ടോഗ്രാഫർ ഷമീർ ഊർപ്പള്ളിയുടെ പുനരുദ്ധാരണം, ഭിന്നശേഷിക്കാരുടെ പോരാട്ട വീര്യങ്ങൾ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചേംബർ ഹാളിൽ നടന്നു. ലഫ്റ്റനന്റ് കേണൽ ഗുർമീത് സിംഗ് പ്രകാശന കർമ്മം നിർവഹിച്ചു. Wonderful endeavor of Shamir, giving a wonderful social message for the differently abled. His first book was also very good, Army Calling, in which he gave a motivational illustrative book to motivate the young boys and girls to join the Indian Army. So even this topic, the title is also very good, Punaruthanam, resurrection or revival. It is a very powerful and a very meaningful title. The previous speaker has already spoken a lot. It gives us motivation to keep going and fight with our struggles, never give up. And as an army man, I can relate with this topic because many times in the field areas our body also gives up. ആർമി കോളിംഗ് എന്ന പുസ്തകത്തിനു ശേഷം കണ്ണൂർ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെ ഭിന്നശേഷിക്കാരുടെ അതിജീവന കഥകൾ പങ്കുവയ്ക്കുന്ന പ്രചോദനാത്മക സൃഷ്ടികളോടൊപ്പം ഭിന്നശേഷി വിഭാഗത്തിന് സർക്കാർ നൽകി വരുന്ന പദ്ധതികൾ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പുനരുദ്ധാരണം എന്ന പേരിൽ പുസ്തകം തയ്യാറാക്കിയത്. ചടങ്ങിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P ബിജു പുസ്തകം ഏറ്റുവാങ്ങി. നേരത്തെ പ്രസിദ്ധീകരിച്ച ആർമി കോൾ പുസ്തകത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം മുൻമന്ത്രി P K ശ്രീമതി നിർവഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ E K പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ പ്രസ് ക്ലബ് ട്രഷറർ കബീർ കണ്ണാടിപ്പറമ്പ്, VP ഭാസ്കരൻ, P മുരളി എന്നിവർ സംസാരിച്ചു. C സുനിൽകുമാർ, ഷമീർ ഊർപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ സഹകരണത്തോടെയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്.
കുറ്റ്യാട്ടൂർ ശിവക്ഷേത്രത്തിൽ സഹസ്ര കലശാഭിഷേകവും മഹാവിഷ്ണു ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ ദിനവും നടന്നു. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ സംസ്കാരത്തിന്റെ സംസ്കൃതി ഭാഗമാവുകയാണ്. അതുകൊണ്ടാണ് കാലഘട്ടങ്ങളിൽ അതാണ്. ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ ആചാരവിരുദ്ധമായ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വാദ്യഘോഷങ്ങളോടൊപ്പം നാം കേൾക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾ, ഭക്തജനം സ്വീകരിക്കുന്ന അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം കൂടി സംഗമിച്ചുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെയും ഭക്താന്തരങ്ങളുടെയും ആരാധനകളുടെയും യാത്ര തുടരും. നമ്മുടെ രാജ്യത്തിൻ്റെ അമൂല്യമായ ആത്മീയ ചൈതന്യങ്ങൾ ആത്മീയതൊക്കെ തന്നെ പ്രതിസ്പന്ദിക്കുന്നതാണ് ക്ഷേത്രങ്ങളിൽ ആചാരങ്ങളിൽ നടന്നില്ല തന്നെ. ക്ഷേത്രം വ്യത്യസ്തമായ ആരാധനാമൂർത്തികൾ, അതുമായി ബന്ധപ്പെടുന്നവർ ഇതെല്ലാം തന്നെ നമ്മുടെ പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ ഒരു ഘടകമാണ്. പ്രാപഞ്ചിക ജീവിതത്തിലൊക്കെ അതിന് വരുന്നു ക്ഷേത്രങ്ങൾ, ക്ഷേത്രവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, നടപടികൾ. രാവിലെ 6 മുതൽ വിശേഷാൽ പൂജകൾ, 1000 കുടം അഭിഷേകം, ശ്രീഭൂതബലി, നവകപൂജ, മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സഹസ്ര നാമാർച്ചന, വൈകിട്ട് നിറമാല എന്നിവയും നടന്നു. വാതിൽമഠം, ചുറ്റമ്പലം നിർമ്മാണം എന്നിവയ്ക്ക് ആവശ്യമായ ഫണ്ട് ശേഖരണം ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് അംഗം പി.കെ. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സി. ബാലഗോപാൽ, വേണു കൊയിലാണ്ടി, ആർ.വി. സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രക്തസാക്ഷി സ്മാരകം അനാവശ്യ വിവാദത്തിന്റെ കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മറ്റു കാര്യങ്ങളിൽ ജില്ലാ കമ്മിറ്റിയോട് തന്നെ ചോദിക്കണം, കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും MV ഗോവിന്ദൻ. ഉത്തരം പറയുന്ന കുട്ടികളാകാതെ ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളാവണം ഓരോരുത്തരുമെന്ന് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു. പരാമർശം ചെമ്പിലോട് സ്കൂളിലെ അനുമോദനവും ആദരവും പരിപാടിക്കിടെ. വേദിയിൽ SSLC+2 വിജയികൾക്ക് തികഞ്ഞ ഹർഷാരവത്തിൽ അനുമോദനം. പാർലമെന്ററി ഇലക്ഷൻ മാതൃകയിൽ ഒരു ലീഡർ തെരഞ്ഞെടുപ്പ്. ഇത് മുഴപ്പിലങ്ങാട് കെട്ടിനകം ബുസ്താനുൽ ഉലൂം മദ്രസയിലെ ലീഡർ തെരഞ്ഞെടുപ്പ്. ലക്ഷ്യം കുട്ടികളിൽ പൊതുതെരഞ്ഞെടുപ്പിനെ പരിചയപ്പെടുത്തുക. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം
കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. വാർത്തയിലേക്ക്. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 ജേതാക്കൾക്കുള്ള അനുമോദനവും ആദരവും പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. എല്ലാം ഉണ്ടായിട്ടും വകതിരിവില്ലെങ്കിൽ പ്രയോജനമില്ലെന്നും ഉത്തരം പറയുന്ന കുട്ടികളാകാതെ ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പട്ടം, ആ പട്ടത്തിന്റെ ചരട്, അത് സംസ്കാരത്തിന്റെ ചരടാണ്. ആ ചരട് നിങ്ങളെ ജനിച്ച് 28ാമത്തെ ദിവസം നിങ്ങളുടെ അരയിൽ കെട്ടിയിട്ട്, മനസ്സിലായോ? പട്ടത്തെ നിയന്ത്രിക്കുന്ന ചരട്, ആ ചരടാണ് നിങ്ങൾ 28ാമത്തെ ദിവസം. 28ന്റെ കണക്കറിയാവോ? നിങ്ങൾ അറിയണം. നിങ്ങൾ A+ ആവണമെങ്കിൽ നിങ്ങൾ ഉത്തരം പഠിക്കുന്ന കുട്ടികളാവരുത്. ഇനി മുതൽ നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവും. ഈ മാഷന്മാർ പറഞ്ഞതും കേട്ടിട്ട് നടക്കരുത് കേട്ടോ. മാഷന്മാർ പറഞ്ഞു പോയിട്ട് നടന്നിരുന്നുവെങ്കിൽ ലോകം തുടങ്ങിയെടുത്തുണ്ടാവും. നിങ്ങൾ പ്ലസ് ആവണം. ഒരു അധ്യാപകനാവുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങളിൽ ഭാവിയിൽ മാഷന്മാരാവാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ. ഒരു അധ്യാപകനാവുന്നത്. ഞാൻ വത്സമഠത്തിൽ 2 കോളേജിലും, B.Ed കോളേജിൽ, ചക്കരക്കലുള്ള കോളേജിലും പേരാവൂരുള്ള കോളേജിലും 2 സ്ഥലത്തും പോയിട്ട് അവിടുത്തെ B.Ed ട്രെയിനിങ് നടത്തുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അധ്യാപകനാവുന്നത്. പാഠപുസ്തകത്തിലുള്ളത് വളരെ സ്മൂത്തായി കുട്ടികളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഒരു അധ്യാപകൻ ആരംഭിക്കുന്നേയുള്ളൂ. അധ്യാപകൻ പൂർണ്ണനാവുന്നത് അപ്പോഴല്ല, തനിക്കറിയുന്നതിന്റെ അപ്പുറത്ത് കുട്ടികൾ ചിന്തിക്കുമ്പോഴാണ് അധ്യാപകൻ ഉണ്ടാവുന്നത്. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് SSLC +2 ജേതാക്കളെ VK സുരേഷ് ബാബു ആദരിച്ചു. വത്സൻ മഠത്തിൽ വാർഡ് മെമ്പർ K. സുരേഷൻ, PTA പ്രസിഡന്റ് AV അഷറഫ്, പ്രിൻസിപ്പൽ TP റീനാകുമാരി, ഹെഡ്മാസ്റ്റർ പ്രകാശൻ, മദർ PTA സുമയ്യ, CP റഷീദ, CR റഷീദ തുടങ്ങിയവർ സംസാരിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ കുട്ടികളെ നാടൻ കലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. EK നായനാർ സ്മൃതി ദിനത്തിൽ ബാലസംഘം കണ്ണൂർ ഏരിയ കമ്മിറ്റിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കക്കാട് നടന്ന പരിപാടി ബാലസംഘം സംസ്ഥാന ജോയിന്റ് കൺവീനർ M. പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുൻകാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ ആഘോഷിച്ചുകൊണ്ടിരുന്ന നാടൻ കളികളെ വീണ്ടും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇത്തരം ഫെസ്റ്റിവലിലൂടെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് കുട്ടികളെ ഇത്തരത്തിലുള്ള കളികൾ പരിചയപ്പെടുത്തുകയും ആ ദിവസം ആഘോഷമാക്കുകയുമാണ് ബാലസംഘത്തിന്റെ തീരുമാനം. കണ്ണൂർ ഏരിയയിൽ നടന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് ബാലസംഘം സംസ്ഥാന ജോയിന്റ് കൺവീനർ M. പ്രകാശൻ മാസ്റ്റർ കക്കാടാണ് ഉദ്ഘാടനം ചെയ്തത്. പരിപാടിയിൽ ബാലസംഘം ഏരിയ സെക്രട്ടറി അഭിജിത്ത് KV അധ്യക്ഷത വഹിച്ചു. ശ്വേത സുനിൽ, വിജേഷ് M, ശിവകുമാരി UK, ശ്രീരാഗ് KV, വിനോദ് കുമാർ, റിജു K എന്നിവർ സംസാരിച്ചു. നാടൻ കളികൾക്ക് നേതൃത്വം നൽകിയത് സുധീഷ് മാടായി, മാനു മാടായി എന്നിവർ ചേർന്നാണ്. T. ഗോപി രചിച്ച ഒരു ഇന്ത്യൻ കുട്ടിയുടെ അനുഭവകഥ മഹാത്മാ മന്ദിരത്തിൽ പ്രകാശനം ചെയ്തു. പ്രസാധകരായ ചിന്ത പബ്ലിക്കേഷൻസ് ഒരുക്കിയ പുസ്തകം നിയമസഭാ സ്പീക്കർ N. ഷംസീറാണ് പ്രകാശനം ചെയ്തത്. ഒരു സാധാരണ മനുഷ്യൻ ഒരു ഘട്ടത്തിൽ അസുഖബാധിതനാവുന്നു, പിന്നീട് നമ്മെ വിട്ടുപിരിയുന്നു. അദ്ദേഹം രചിച്ച കഥകളെല്ലാം ചേർത്ത് ചിന്ത പബ്ലിക്കേഷനിലൂടെ പിന്നീട് പ്രസാധനം ചെയ്യുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടി അഭിനന്ദിക്കേണ്ടി വരുമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ഇതുപോലെ അരികിൽ നിർത്തപ്പെട്ട എഴുത്തുകാരുടെ കഥകളും മറ്റും ചിന്ത പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ടാണ് ജനങ്ങളുടെ പ്രസാധകർ എന്ന് അറിയപ്പെടുന്നത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജനങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളുമായിരിക്കും ഈ കഥയിലൂടെ പറഞ്ഞുവെച്ചതെന്നും സ്പീക്കർ പറഞ്ഞു. ഈ കഥ ഒരു കാലഘട്ടത്തിന്റെ മുഖം കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കഥ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാൻ തോന്നിപ്പിക്കുന്നതാണ്. അതാണിതിന്റെ പ്രത്യേകതയും. സ്കൂളിലെയും കോളേജിലെയും അധ്യാപകരും പോലീസ് ഓഫീസർമാരുമെല്ലാം വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രൂപത്തിൽ എഴുതാൻ കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്നും AN ഷംസീർ പറഞ്ഞു. ഒരുപക്ഷെ ഒരു ഫ്ലോയിൽ, സാധാരണ പുസ്തകം എടുത്താൽ ഒരു ഫ്ലോയിൽ തീരണമെന്നില്ല. ഒരൊറ്റ ഫ്ലോയിൽ ഈ പുസ്തകം വായിച്ചു തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ 2nd എഡിഷനും 3rd എഡിഷനും എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്ക്. അപ്പവും രമയും രമേശനും സ്കൂളിലെയും കോളേജിലെയും അധ്യാപകരും പോലീസ് ഓഫീസർമാരുമെല്ലാം വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രൂപത്തിൽ ചിത്രീകരിക്കാൻ ഇതിനകത്ത് സാധിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ് ഈ പുസ്തകം.
മലബാറിലെ ചെറുപട്ടണമായ തലശ്ശേരിയിൽ ജനിച്ചു വളർന്ന ഗോപി ചെറുപ്രായത്തിൽ തലശ്ശേരിയിൽ കണ്ട വർഗീയ കലാപങ്ങളും തുടർന്ന് സ്കൂൾ കാലഘട്ടത്തിൽ കണ്ട അടിയന്തരാവസ്ഥയും നക്സൽ പ്രസ്ഥാനങ്ങളും അതിന്റെ മൂല്യച്യുതിയും കോളേജ് കാലഘട്ടം കഴിഞ്ഞ് സിനിമാ മോഹവുമായി കൽക്കത്തയിലേക്ക് ചേക്കേറിയ ഗോപി അവിടങ്ങളിൽ കണ്ട കാഴ്ചകളും എല്ലാം ചേർത്താണ് ഒരു ഡോക്യു ഫിക്ഷനായി നോവൽ രചിച്ചിട്ടുള്ളത്. ഇതിൽ പ്രതിപാദിക്കുന്ന ദേശം എന്ന പ്രദേശം താൻ ജനിച്ചു വളർന്ന തലശ്ശേരി തന്നെയാണെന്നും ഗോപി എഴുതിയിട്ടുണ്ട്. സർ, ഒരു ഇന്ത്യൻ കുട്ടിയുടെ അനുഭവ കഥ എന്നുള്ള ആ ഒരു കഥയിൽ ഗോപി സാറ് ഒരു നല്ലൊരു പ്രതിപാദനം നടത്തിയിട്ടുണ്ട്. അതായത് കൽക്കത്ത തെരുവുകളിലുള്ള പ്രശ്നങ്ങളും ആ കുട്ടി അനുഭവിക്കുന്ന വേദനകളും മാത്രമല്ല അടിയന്തരാവസ്ഥക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലല്ല ആ കാലത്തുള്ള ഒരു അനുഭവം തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇത്രമാത്രം ഒരു ശരിക്കും അത് വായിക്കുമ്പോൾ നമുക്കൊരു അനുവാചക ഹൃദയങ്ങളിൽ നമുക്കൊരു വല്ലാത്ത അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. അത് എങ്ങനെ കഴിയുന്നു? ഇത് ടി ഗോപിയുടെ ഒരു ഇന്ത്യൻ കുട്ടിയുടെ അനുഭവകഥ എന്ന് പറയുന്ന നോവൽ അടിയന്തരാവസ്ഥ എന്ന കാലത്തെക്കുറിച്ച് മാത്രമുള്ള നോവലല്ല, ഒരുപക്ഷെ നമുക്ക് ഈ കാലത്തെക്കുറിച്ച് ഉള്ള നോവലായും വായിക്കാവുന്നതാണ്. അടിയന്തരാവസ്ഥയിൽ ഒരു കുട്ടി അനുഭവിക്കുന്ന തീക്ഷ്ണമായ അനുഭവങ്ങളാണ് ആ നോവലിൽ വിശദീകരിച്ചിട്ടുള്ളത്. വളരെ ഗംഭീരമായ ഭാഷയിൽ, ലാളിത്യം കൊണ്ട് ഗംഭീരമായ ഭാഷയിൽ നിന്നാണ് ഞാൻ പറയുക, സങ്കീർണത കൊണ്ടല്ല, ലാളിത്യം കൊണ്ട് ഗംഭീരമായ ഭാഷയിലാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്. ചെറിയ ചെറിയ അധ്യായങ്ങളായാണ് ആ നോവലിൽ ഈ കാലത്തെ ജീവിതത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് കാണുവാൻ വേണ്ടി കഴിയും. ഈ നോവൽ ശരിക്കും നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടതിൽ ഒരു പ്രധാന ഘടകം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. മേഡം പറയും. ഞാൻ എത്തിപ്പെടുക എന്ന് വെച്ചാൽ അത് കാരണം അവരെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ നോവൽ ഇങ്ങനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി, പക്ഷേ അതങ്ങനെ പതിവഴിക്ക് നിന്നുപോയി. അപ്പോൾ അതിന് വേണ്ടി എന്ത് റിസ്ക് എടുത്തും അത് പുറത്ത് കൊണ്ടുവരണമെന്ന് എനിക്കും വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിനുവേണ്ടി ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അതിങ്ങനെ ഈ ഘട്ടത്തിലെത്തിയതിൽ വളരെ സന്തോഷം. ഒരു കഥ അല്ലെങ്കിൽ നോവൽ എന്തിൻ്റെ രചനയായാലും ശരി നമ്മുടെ സമൂഹത്തിൽ തെളിയുന്നൊരു തിരിയാണ്. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണപുരത്തെ വാഹനാപകടം, ഒരു മരണം. ചെറുകുന്ന് ഗുഡ് ലക്ക് ഐസ്ക്രീം കമ്പനിക്ക് സമീപമാണ് അപകടം നടന്നത്. യാത്രക്കാരനായ ചെറുകുന്ന് ചുണ്ട ഭാസ്കരൻ കടയ്ക്ക് സമീപം താമസിക്കുന്ന തെക്കുംപാടൻ വീട്ടിൽ മണിയാണ് മരിച്ചത്. നിർമ്മാണ തൊഴിലാളിയും പഴങ്ങോട് കൂരാക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ കോമരവുമാണ്. ഭാര്യ ബീന, മക്കൾ മിഥുന, ആദിത്. സംസ്കാരം തിങ്കൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ചുണ്ട സമുദായ ശ്മശാനത്തിൽ നടന്നു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രക്തസാക്ഷി സ്മാരകം അനാവശ്യ വിവാദത്തിന്റെ കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മറ്റു കാര്യങ്ങളിൽ ജില്ലാ കമ്മിറ്റിയോട് തന്നെ ചോദിക്കണം, കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും MV ഗോവിന്ദൻ. ഉത്തരം പറയുന്ന കുട്ടികളാകാതെ ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളാവണം ഓരോരുത്തരുമെന്ന് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു. പരാമർശം ചെമ്പിലോട് സ്കൂളിലെ അനുമോദനവും ആദരവും പരിപാടിക്കിടെ. വേദിയിൽ SSLC+2 വിജയികൾക്ക് തികഞ്ഞ ഹർഷാരവത്തിൽ അനുമോദനം. പാർലമെന്ററി ഇലക്ഷൻ മാതൃകയിൽ ഒരു ലീഡർ തെരഞ്ഞെടുപ്പ്. ഇത് മുഴപ്പിലങ്ങാട് കെട്ടിനകം ബുസ്താനുൽ ഉലൂം മദ്രസയിലെ ലീഡർ തെരഞ്ഞെടുപ്പ്. ലക്ഷ്യം കുട്ടികളിൽ പൊതുതെരഞ്ഞെടുപ്പിനെ പരിചയപ്പെടുത്തുക. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. പിന്നിനെ
Orikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ ഹോം അപ്ലയൻസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. വാർത്തയിലേക്ക്. പാപ്പിനിശ്ശേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികനായ തളിപ്പറമ്പ് വെള്ളിക്കീൽ സ്വദേശി പി മുഹമ്മദ് സാബിത്താണ് മരിച്ചത്. കോഴിക്കോട് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ്. രാവിലെ ജോലിക്ക് പോകും വഴിയായിരുന്നു അപകടം നടന്നത്. സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് എന്താ ഇത്ര വലിയ സംഭവമാണോ? അങ്ങനെ ചോദിക്കാൻ വരട്ടെ, അതൊരു സംഭവമാക്കി തീർക്കുകയാണ് മുഴപ്പിലങ്ങാട് കെട്ടിനകത്ത് ബുസ്താനുൽ മദ്രസ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പാർലമെന്ററി ഇലക്ഷൻ മാതൃകയിൽ നടത്തിയത്. കാണാം ഒരു വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് കാഴ്ച. രംഗത്ത് 6 മത്സരാർത്ഥികൾ, ഒപ്പം ചിഹ്നങ്ങളും നൽകി. വാച്ച്, മൊബൈൽ, പന്ത്, കുട, പുസ്തകം, പേന. തെരഞ്ഞെടുക്കപ്പെടേണ്ടത് മദ്രസ ലീഡർ, ഡെപ്യൂട്ടി ലീഡർമാരെ. പിന്നെ രംഗം കൊഴുത്തു. ദ്രുതഗതിയിലുള്ള ഒരുക്കങ്ങൾ, തികഞ്ഞ അച്ചടക്കം. ഓരോരുത്തരും അവരുടെ പങ്ക് ഭംഗിയായി നിർവഹിച്ചു. വോട്ടേഴ്സിനെ തികഞ്ഞ ജാഗ്രതയോടെ പോളിംഗ് ബൂത്തിലേക്ക് കയറ്റി. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ അതേ സ്വഭാവം. പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറും റെഡി. പിന്നെ മഷി പുരട്ടി. സ്ഥാനാർത്ഥിക്ക് വോട്ട് കുത്തി ബാലറ്റിലേക്ക്. അതും തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ. ഓരോരുത്തരും വോട്ടെടുപ്പ് പൂർത്തിയാക്കി ഇറങ്ങി. മുഖത്ത് പുഞ്ചിരി. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായതിന്റെ നേർത്ത പുഞ്ചിരി. അവരും ആസ്വദിച്ചു ഈ പുത്തൻ സാങ്കേതികതയെ. വോട്ടർമാരെ നിയന്ത്രിക്കാൻ വളണ്ടിയേഴ്സും സജ്ജമായിരുന്നു. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഒരു പതർച്ചയും ഉണ്ടായിക്കൂടാ എന്നതാണ് ഇത്തരത്തിൽ മദ്രസയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ അധികൃതരെ പ്രേരിപ്പിച്ചതും. അത് തീർത്തും ലക്ഷ്യം കാണുക തന്നെ ചെയ്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ സൂപ്പർ ഡിവിഷൻ, സീനിയർ ഡിവിഷൻ ലീഗ് മത്സരങ്ങൾ സമാപിച്ചു. അവസാന മത്സരത്തിൽ ജില്ലാ പോലീസ് ജിംഖാന ഫുട്ബോൾ ക്ലബ് മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ജില്ലാ പോലീസ് കണ്ണൂർ ജിംഖാന ക്ലബ് കണ്ണൂരിനെ പരാജയപ്പെടുത്തി. പോലീസിനു വേണ്ടി മിഥുൻ 1 ഗോളും നന്ദു 2 ഗോളുകളും നേടി. കളിയുടെ താരമായി പോലീസിന്റെ നന്ദുവിനെ തെരഞ്ഞെടുത്തു. നേതൃത്വത്തിൽ ഒരുപാട് മത്സര പരിപാടികൾ അതുപോലെ കോച്ചിങ്ങുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. KFയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു എഗ്രിമെന്റിനെ KFയുടെ കോൺഗ്രന്റായി നൽകുന്ന രീതിയിൽ ഒരു വലിയ പദ്ധതിക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്ന് ഇവിടെ മുമ്പാകെ സൂചിപ്പിക്കുകയാണ്. ഏതായാലും ശ്രീനാരായണ ഫുട്ബോളും അതുപോലെ മറ്റു ആളുകൾ ആഗ്രഹിച്ച ഒരുപാട് ഫുട്ബോളുകൾക്ക് ഉണ്ടായ നമ്മുടെ സ്റ്റേഡിയം ഇവിടെ വീണ്ടും സജീവമാവുകയാണ്. നമ്മുടെ ഫുട്ബോൾ മാന്ത്രികനായ മറഡോണ പോലും കാലുകുത്തിയ ഇന്ത്യയുടെ ഏക സ്റ്റേഡിയമാണ് നമ്മുടെ കണ്ണൂരിലെ സ്റ്റേഡിയം എന്ന ഖ്യാതി നമുക്കുണ്ട്. ആ ഖ്യാതി നിലനിർത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ സ്റ്റേഡിയത്തെ ഫുട്ബോൾ കളിയുടെ കാൽപന്ത് കളിയുടെ ഒരു വിജയമായി നമുക്ക് കൊണ്ടുപോകാൻ എല്ലാവരുടെയും കൂട്ടായ്മ ഒത്തൊരുമ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ മഴയെ പ്രതീക്ഷിക്കുന്ന ഇവരെ മുഴുവൻ സംസാരിക്കാതെ നിർത്തുന്നു. ഈ ചടങ്ങ് സീനിയർ ഡിവിഷൻ, സീനിയർ സൂപ്പർ ഡിവിഷൻ ലീഗിലെ വിജയികളായ ബ്രദേഴ്സ് ക്ലബിനും 2ാം സ്ഥാനക്കാരായ യങ് ചലഞ്ചേഴ്സ് ക്ലബിനും സീനിയർ ഡിവിഷനിലെ ചാമ്പ്യന്മാരായ റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസ്മി ഡിജിറ്റൽ സ്പോൺസർ ചെയ്യുന്ന യുണൈറ്റഡ് FCക്കും 2ാം സ്ഥാനക്കാരായ ലക്കി സ്റ്റാർ ക്ലബിനുമുള്ള ട്രോഫികളും സീനിയർ സൂപ്പർ ലീഗിലെ ഏറ്റവും നല്ല കളിക്കാരനായ ബ്രദേഴ്സ് ക്ലബിന്റെ റിഷാൽ അൽ അറഫിനും സീനിയർ ഡിവിഷനിലെ നല്ല കളിക്കാരനായ കണ്ണൂർ യുണൈറ്റഡ് FCയുടെ വൈശാഖിനും നല്ല ഗോൾ കീപ്പർമാരായ സീനിയർ സൂപ്പർ ലീഗ് യങ് ചലഞ്ചേഴ്സ് ക്ലബിന്റെ രാഹുൽ KKക്കും സീനിയർ ഡിവിഷനിൽ നല്ല ഗോൾ കീപ്പറായ മൈത്രി സ്പോർട്സ് ക്ലബിന്റെ മുഹമ്മദ് ലിഷാനുമുള്ള സമ്മാനങ്ങൾ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ വിതരണം ചെയ്തു. ചടങ്ങിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സി സാഗത് അധ്യക്ഷത വഹിച്ചു. CH അബൂബക്കർ ഹാജി, കേരള ഫുട്ബോൾ അസോസിയേഷൻ നിർവാഹക സമിതി അംഗം AK ഷറീഫ്, അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ V രഘുത്തമൻ, ഇളയടത്ത് ജോഫർ, ശ്രീജിത്ത് P എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി അശോക് കുമാർ KV സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വസന്തകുമാർ P നന്ദിയും രേഖപ്പെടുത്തി. മുണ്ടയാട് സെൻട്രൽ സമന്വയ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ എളിയാവൂർ സോണൽ ഓഫീസ് ഹാളിന് സമീപമുള്ള മാധവൻ മാസ്റ്റർ സ്മാരക സാംസ്കാരിക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു 100-ലധികം കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ ആ കൂട്ടായ്മയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പരസ്പര സഹകരണം, സ്നേഹം, പരസ്പര സഹവർത്തിത്വം, പ്രത്യേകിച്ച് ഒരു മതനിരപേക്ഷ രാജ്യം എന്ന രീതിയിൽ എല്ലാവരും
പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക, വ്യത്യസ്ത മതങ്ങളിലുള്ള വ്യത്യസ്ത ജാതികളെല്ലാം സ്നേഹത്തോടെ കഴിയുന്നത്, അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ റെസിഡൻസ് അസോസിയേഷനിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം റെസിഡൻസ് അസോസിയേഷൻ വലിയ മുതൽക്കൂട്ടാണ്. വാർഷികാഘോഷത്തിൽ അഡ്വക്കേറ്റ് സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ പ്രകാശൻ, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ഷാഹിന മൊയ്തീൻ, ഫെറ ജില്ലാ പ്രസിഡന്റ് ആർ അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ടി പി പ്രേമലത തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന് ലഭിച്ച പുരസ്കാര തുകയായ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറി. പി ടി തോമസിന്റെ സ്മരണാർത്ഥം പി ടി തോമസ് ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഫൗണ്ടേഷൻ ചെയർമാൻ മുൻ MLA അനിൽ അക്കര ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ തുക കൈമാറി. ജൈവ കർഷകരെ സഹായിക്കുന്നതിനും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനും ജൈവ സംസ്കൃതി നടത്തിവരുന്ന പരിശ്രമങ്ങൾ കണക്കിലെടുത്താണ് മാധവ് ഗാഡ്ഗിൽ സമ്മാന തുക ജൈവ സംസ്കൃതിക്ക് നൽകാൻ തീരുമാനിച്ചത്. പി ടി തോമസ് ഇടുക്കിയിലെ മാധവ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിലുണ്ടായ കൊടുങ്കാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാള പെറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുക്കുന്ന അവസ്ഥാവിശേഷവുമായി എല്ലാവരും കൂടി അദ്ദേഹത്തെ പോഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി നമ്മൾ എല്ലാവരും. കണ്ണൂരിൽ ആദ്യമായി ജൈവ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിച്ചത് ജൈവ സംസ്കൃതിയാണ്. അതുപോലെ ചെറുധാന്യങ്ങൾ ജനങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനും കണ്ണൂരിൽ മുൻകൈയെടുത്തതും ജൈവ സംസ്കൃതി കൂടിയാണ്. ഈ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ജൈവ സംസ്കൃതിയെ ഈ അംഗീകാരവും തേടിയെത്തിയത്. സർ, പി ടി തോമസ് സാറിൻ്റെ പേരിലുള്ള 1 ലക്ഷം രൂപ അവാർഡ് ഇവിടെ ഇപ്പം ജൈവ സംസ്കൃതി ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിന് ഒരു മഹത്തായ സന്ദേശമാണ് നൽകുന്നത്. ഇത് സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? പി ടി തോമസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യകുലത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് തൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്ത വളരെ മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തിയ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ പി ടി തോമസ്. അദ്ദേഹം തന്നെ സ്ഥാപിച്ച സംഘടനയാണ് ഈ മാനവ സംസ്കൃതി. ആ മാനവ സംസ്കൃതിയുടെ പ്രഥമ പുരസ്കാരം, അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രഥമ പുരസ്കാരം ശ്രീമാൻ മാധവ് ഗാഡ്ഗിലിനാണ് 1 ലക്ഷം രൂപയുടെ അവാർഡ് പ്രഥമ പുരസ്കാരം കിട്ടിയത്. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു, ആ പണം കണ്ണൂരിലെ പരിസ്ഥിതി പ്രവർത്തകന്മാർക്ക് കൊടുക്കണം. അങ്ങനെയാണ് ജൈവ സംസ്കൃതി, കണ്ണൂരിലെ ജൈവ സംസ്കൃതി പ്രവർത്തകർക്ക് ആ തുക കൈമാറാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കുകയും ആ തുക ഇപ്പോൾ കൈമാറുകയും ചെയ്തിരിക്കുന്നത്. മാനവ സംസ്കൃതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ ET രാജീവൻ അധ്യക്ഷത വഹിച്ചു. മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ അനിൽ അക്കര അവാർഡ് തുക ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി രാജൻ കോരമ്പേത്തിന് കൈമാറി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VV വിജയൻ, അസൈനാർ M പ്രദീപ് കുമാർ, രാജൻ പുതുശ്ശേരി, NR മായൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഭംഗമേൽപ്പിച്ച ഒരു കാലഘട്ടത്തിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മീഷനെ വയ്ക്കുന്നത്. ആ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധവ് ഗാഡ്ഗിൽ കൊണ്ടുവന്ന ആ കമ്മീഷൻ റിപ്പോർട്ട് ശരിയായ രീതിയിൽ കേരള സമൂഹവും രാജ്യവും ചർച്ച ചെയ്തില്ല എന്നതിൻ്റെ ദുരന്ത ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 പ്രളയകാലത്ത് കേരള നിയമസഭയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാണ് മാധവ് ഗാഡ്ഗിലുമായി ബന്ധപ്പെട്ട വിഷയം. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്നു PT-യുമായി ബന്ധപ്പെട്ട വിഷയം. ഇന്ന് വ്യാപകമായി നമുക്കറിയാലോ, കുഴഞ്ഞു വീണ് ആളുകൾ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ടെമ്പറേച്ചറുമായി കൂടിയതും
അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ അന്ന് മാധവ് ഗാഡ്ഗിലിൻ്റെ ആ റിപ്പോർട്ട് പഠിക്കുകയും അതിനനുസരിച്ച് ചില ശുപാർശകൾ നമുക്ക് ആവശ്യമുള്ളത് നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. നടപ്പാക്കിയിരുന്നെങ്കിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഈ വലിയ ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരം കാണാമായിരുന്നു. മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള അതിപ്രശസ്തരായ പ്രകൃതി സ്നേഹികൾ അവർ പറയുന്ന കാര്യം നമ്മുടെ സമൂഹം അംഗീകരിക്കുകയാണെങ്കിൽ, തീർച്ചയായും അനുസരിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് നമ്മുടെ പ്രകൃതിയെ കേടുകൂടാതെ സൂക്ഷിക്കാം. ക്യാമറമാൻ ബിനീഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി വാണിജ്യം. ഭാരത് കോഫി ഹൗസിന്റെ രുചി പെരുമ ഇനി കണ്ണൂരിലും. തനത് പാലക്കാടൻ തനിമയിൽ തമിഴ് സ്വാദ് സമന്വയിപ്പിച്ചുകൊണ്ട് ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണം കണ്ണൂരിൽ ലഭ്യമാക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. പുതിയ ഭാരത് കോഫി ഹൗസ് KVR ടവറിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഭക്ഷണപ്രേമികൾക്ക് ഏതൊരു ഹോട്ടലിലും കയറിയാൽ അവിടുത്തെ സ്പെഷ്യൽ ഫുഡുകൾ ഓർഡർ ചെയ്ത് കഴിച്ച് ആസ്വദിക്കാം. എന്നാൽ അതൊരു പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിലോ? ഒത്തിരി കടകൾ ഒന്നുമില്ല വെജിറ്റേറിയൻകാർക്ക് ആസ്വദിക്കാൻ. എന്നാൽ അങ്ങനൊരിടം കണ്ണൂരിലെത്തിയാൽ നമുക്ക് ആസ്വദിക്കാനാവും. അതും പാലക്കാടിന്റെ തനിനാടൻ സ്വാദുകൾ. തമിഴ് സ്വാദുകൾ കണ്ണൂരുകാരുടെ നാക്കിലെത്തിച്ചത് ഭാരത് കോഫി ഹൗസ് എന്ന സംരംഭമാണ്. KVR ടവറിന് സമീപമാണ് ഭാരത് കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഭാരത് കോഫി ഹൗസ് എന്ന് പറയുന്ന സംരംഭത്തിൻ്റെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസിയാണ് കണ്ണൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ തനതായ ജീവിത രീതി, നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കിട്ടുക എന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. നിരവധി വെജിറ്റേറിയൻ ഭക്ഷണശാലകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം കിടപിടിക്കുന്ന രീതിയിലാണ് ഭാരത് കോഫി ഹൗസിൻ്റെ പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണശാലയുടെ പ്രവർത്തനവും ഭക്ഷണ ശൃംഖലയും. കൽപ്പാത്തി കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഹോട്ടലുകളിലെല്ലാം തന്നെ ഷെഫിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ശുദ്ധമായ ഭക്ഷണം കേരളത്തിലെ ജനതയ്ക്ക് നൽകി ശക്തമായൊരു യുവതയെ വാർത്തെടുക്കുവാൻ യുവതലമുറയിലൂടെ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഒരു തരി പോലും സംസിദ്ധമല്ലാത്ത ഒന്നും ഞങ്ങൾ ഇതിൽ ചേർക്കത്തുമില്ല. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. രാവിലെയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ചായയോ കാപ്പിയോ കുടിക്കാം. ഒപ്പം കഴിക്കാൻ വട, ഇഡലി, ദോശ, മസാല ദോശ, ഊത്തപ്പം, പൊറോട്ട, അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട്. ഉച്ചയൂണിനെത്തുന്നവർക്ക് താലി മീൽസ്, വെജ് ബിരിയാണി എന്നിവയുടെ രുചിയും ആസ്വദിക്കാം. തീർന്നില്ല, വൈകിട്ട് ചെന്നാ ഭട്ടൂര മുതൽ തൈരുവട വരെ വെജിറ്റേറിയൻകാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വെജിറ്റബിൾ കറികളും ലഭിക്കും. ഒപ്പം വിവിധതരം പഴങ്ങൾ കൊണ്ടുള്ള ജ്യൂസുകളും ഷെയ്ക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഭക്ഷണക്കൊതിയരായ കണ്ണൂർക്കാർക്ക് മറ്റൊരു രുചിയിടമാണ് ഭാരത് കോഫി ഹൗസിലെത്തിയാൽ ലഭിക്കുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6890 രൂപ, പവന് 55,120 രൂപ, വെള്ളി 91 രൂപ. കാലാവസ്ഥ.
സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് മുതൽ ഈ മാസം 24-ാം തീയതി വരെ മഴ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരിക്കും. 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിൽ റെഡ് അലർട്ടും പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രക്തസാക്ഷി സ്മാരകം അനാവശ്യ വിവാദത്തിന്റെ കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മറ്റു കാര്യങ്ങളിൽ ജില്ലാ കമ്മിറ്റിയോട് തന്നെ ചോദിക്കണം. കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും MV ഗോവിന്ദൻ. ഉത്തരം പറയുന്ന കുട്ടികളാകാതെ ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികളാവണം ഓരോരുത്തരുമെന്ന് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു. പരാമർശം ചെമ്പിലോട് സ്കൂളിലെ അനുമോദനവും ആദരവും പരിപാടിക്കിടെ. വേദിയിൽ SSLC +2 വിജയികൾക്ക് തികഞ്ഞ ഹർഷാരവത്തിൽ അനുമോദനം. പാർലമെന്ററി ഇലക്ഷൻ മാതൃകയിൽ ഒരു ലീഡർ തെരഞ്ഞെടുപ്പ്. ഇത് മുഴപ്പിലങ്ങാട് കെട്ടിനകം ബുസ്താനുൽ ഉലൂം മദ്രസയിലെ ലീഡർ തെരഞ്ഞെടുപ്പ്. ലക്ഷ്യം കുട്ടികളിൽ പൊതുതെരഞ്ഞെടുപ്പിനെ പരിചയപ്പെടുത്തുക. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.